ഡോക്ടർ എന്ത് പറഞ്ഞു? ഒബ്സർവേഷനില്ല. ചന്ദ്രയ്ക്ക് എന്ത് പറ്റിയെന്ന് ഞാൻ ചോദിക്കുന്നില്ല. അതിനുത്തരം എനിക്കും അറിയാം, സിദ്ധുവിനും അറിയാം. പക്ഷേ പ്രേമിച്ചെ കൊണ്ടുപോകാൻ പോലീസുകാരെ ഒരിക്കലും അനുവദിക്കരുതായിരുന്നു. അതൊരു പാളിച്ചയായിപ്പോയി. അവരെല്ലാവരും കരുതിക്കൂട്ടി തന്നെയാ വന്നത്. ഞാൻ എതിർത്താലും അവരത് ചെയ്യുമായിരുന്നു. സാരല്ല, ഇതൊക്കെ ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് കരുതിയാൽ മതി. എനിക്കെല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയാ ദേവികെ. ദേവിക നഷ്ടപ്പെട്ടപ്പോ തന്നെ എനിക്കെന്റെ സ്വപ്നങ്ങൾ നഷ്ടപ്പെട്ടു. ഇപ്പതാ ജീവിതവും നഷ്ടപ്പെട്ടു. അങ്ങനെയൊന്നും നിരാശപ്പെടരുത്. നഷ്ടപ്പെട്ടു എന്ന് കരുതുന്ന പലതും നമ്മൾ പോലും നനയ്ക്കാത്ത നേരത്ത് തിരിച്ചു വരും. ജീവിതം എന്ന് പറഞ്ഞ ഒരുതരം കൺകെട്ടല്ലേ സിദ്ധു? ഓരോ നിമിഷവും നമ്മൾ മാറിക്കൊണ്ടിരിക്കല്ലേ. അവസ്ഥകൾ മാറുന്നു, പ്രശ്നങ്ങൾ മാറുന്നു, ലക്ഷ്യങ്ങളും ഇഷ്ടാനിഷ്ടങ്ങളും മാറുന്നു. എല്ലാം ശരിയാവും സിദ്ധു, എന്നെങ്കിലും. ദേവിക ഇങ്ങനെ പറയുമ്പോൾ നല്ല ആശ്വാസം തോന്നുന്നുണ്ട്. പിന്നെ ഈ ഒരു അവസരത്തിൽ ഇതുപോലൊരു സ്ഥലത്ത് വെച്ച് പറയാമോ എന്ന് എനിക്കറിയില്ല. ചന്ദ്ര ഒരിക്കലും എനിക്കൊരു കൂട്ടാവത്തില്ല. അത് ഞാൻ പ്രതീക്ഷിക്കുന്നുമില്ല. ചന്ദ്ര സിദ്ധുവിന്റെ ഭാര്യയാണ്. താലി കെട്ടി രജിസ്റ്ററിൽ ഒപ്പിട്ടു. ആ നിലയ്ക്ക് നോക്കിയ ഭാര്യയാ. പക്ഷെ അതുമാത്രം പോരല്ലോ ശരിക്കുള്ള ഭാര്യയാവാൻ. അതിന് വേറെ ചില യോഗ്യതകൾ കൂടി വേണ്ടേ? അതൊരിക്കലും അവളിൽ നിന്നുണ്ടാവില്ല. ഉണ്ടായ തന്നെ ഞാനത് അംഗീകരിക്കുകയില്ല. സാരമില്ല, കാത്തിരിക്കാം. എന്നെങ്കിലും എല്ലാം ശരിയാവുന്നതാണല്ലോ ദേവിക പറഞ്ഞത്. ആ ദിവസം വരാൻ ഞാൻ കാത്തിരുന്നോളാം. ഇപ്പോ ഭാവിയെക്കുറിച്ചൊന്നും അല്ല സിദ്ധു ആലോചിക്കേണ്ടത്. പ്രേമിച്ച് എങ്ങനെ ഇറക്കാമെന്ന. ഇവിടെ ആരുമില്ലെന്നുള്ള വിഷമമൊന്നും വേണ്ട. ഇവിടെ ഞാൻ നിന്നോളാം. സിദ്ധു സ്റ്റേഷനിലേക്ക് ചെല്ല്. എന്ത് വില കൊടുത്തും പ്രേമിച്ച് ഇറക്കണം. ദേവികയെ ഏറ്റവും കൂടുതൽ എതിർത്തിരുന്നയാളാ എന്റെ ചേച്ചി. എന്നിട്ടും ചേച്ചിക്കൊരു ആപത്ത് വന്നപ്പോ ദേവിക ചേച്ചിക്കൊപ്പം നിൽക്കുന്നു. എങ്ങനെ കഴിയുന്നു ഇങ്ങനെ പെരുമാറാൻ? എനിക്ക് എല്ലാരെയും സ്നേഹിക്കാൻ മാത്രമേ അറിയൂ സിദ്ധു. അതാ എന്റെ ശക്തി, എന്റെ പരാജയം. സിദ്ധു ചെല്ല്.